തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. തിരുവനന്തപുരം പാലോട് സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. ആശുപത്രികൾക്കെതിരെയുള്ള ഗുരുതരാരോപണവുമായി കുടുംബവും രംഗത്ത് വന്നു. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണം ആവശ്യം. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു, അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം, അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറയും. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ട് കൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയാണ്. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂർ ആയപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്ന് ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണമെന്ന് നിർബന്ധമില്ല. അത് അവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ പട്ടിയെ പോലെ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണം. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ആ ഡോക്ടർ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഷ്യാമ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂറായി പേഷ്യന്റ് മരിച്ചിട്ട്. പേഷ്യന്റിന് ഇപ്പോഴും 0% ചാൻസ് ഉണ്ട്, അതറിയാം. വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നു. നാളെ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും. ആരും ചോദിക്കാൻ വരില്ല. ആരും നിങ്ങൾക്ക് അവിടെ നിന്നുണ്ടോ നിങ്ങൾ തന്നെ ചോദിക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം അകത്തുണ്ട്, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ അഖിൽ മോഹനെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ICU യൂണിറ്റും കിടക്കകളും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ നോക്കാത്തോണ്ട് ശരിക്കും സംഭവിച്ചതല്ല. കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയുടെ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അവർ
എൻ്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. ഡോക്ടർമാർ നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറ്റിട്ട് പറഞ്ഞു ബ്ലോക്ക് അല്ല, ഇത് കണ്ട ഇത് ബ്ലോക്ക് അല്ല എന്തോന്നൊക്കെ TV-യിൽ കാണിച്ചിട്ട് ഇറങ്ങി. അവിടെ താഴെ വെച്ച് വന്നതിന് അവൻ കുറേ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ചികിത്സാ പേര് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എൻ്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എൻ്റെ മക്കളാണ്. എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. നിങ്ങൾ ആരും ഉണ്ടാതിരിക്കും. അവരുതായ ഒരു സഹോദരനാണ്, അവയെ മരിച്ചുപോയതാണ്. ഞാൻ ആരും അല്ല, പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നടന്നതിന്റെ വിഷമം. അതെ, നൂലെടുത്താണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ട് ഇത് ഒന്നല്ല, ഇത് ഫസ്റ്റ് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ രണ്ടുപേര് അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഞാൻ 2 മണിക്കൂറോട് അവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് SK ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അതേസമയം ആശുപത്രിയുടെ വിശദീകരണം വന്നിട്ടില്ല. VV വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. വിനോദ്, ഗൌരവകരമായ കാര്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ? പാർവതി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് യുവാവിനെ ആദ്യം കൊണ്ടുവന്നത്. ജോലി സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ കട്ടിൽ ഒഴിവില്ല, വാർഡ് ഒഴിവില്ല, ചികിത്സിക്കാനുള്ള പരിമിതമായ സാഹചര്യമാണ് എന്ന നിലയ്ക്ക് അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഹൃദയ സംബന്ധമായ ചികിത്സ അവിടെ ലഭ്യമല്ലാത്തതിനാൽ അവർ SK ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് അവിടെ എത്തിച്ചു. ഈ 3 ആശുപത്രികളിലായി നെഞ്ചുവേദന അനുഭവപ്പെടുന്ന യുവാവിനെ ബന്ധുക്കൾ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തിച്ച് ആൻജിയോഗ്രാം ചെയ്യാനുള്ള നടപടികൾ അത് ആദ്യം സ്വീകരിച്ചില്ല. പകരം ബ്ലോക്ക് ഉണ്ടെന്ന് ആദ്യം പറയുകയും എന്നാൽ പിന്നീട് പരിശോധിച്ച ശേഷം ബന്ധുക്കളെ അകത്തേക്ക് വിളിച്ച് സിസ്റ്റത്തിൽ കാണിച്ച ശേഷം അത് ബ്ലോക്ക് ഇല്ല എന്ന ചില ദൃശ്യങ്ങൾ കാണിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ സമയത്തും വല്ലാതെ അസ്വസ്ഥനാവുകയായിരുന്നു അതിൽ. കാരണം ഈ ഹൃദയാഘാതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഛർദ്ദിക്കുകയും അവശനാവുകയും ചെയ്തു. തുടർന്നാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്, കൂടുതൽ ചികിത്സയ്ക്കെന്ന നിലയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയം വരെയും സീനിയർ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി വീട്ടുകാർ പറയുന്നു. പിന്നീട് മരണം സംഭവിച്ചു. മരണത്തിന് ശേഷം ശസ്ത്രക്രിയ നടത്തി എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ആൻജിയോഗ്രാം ചികിത്സയ്ക്ക് എത്തിയ 2 പേർക്ക് ആ സംവിധാനം തകരാറിലായതിനാൽ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് ബന്ധുക്കളെ അറിയിച്ചെന്നും ഇപ്പോൾ ഈ മരിച്ച യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചികിത്സാ പിഴവിനുള്ള എല്ലാ സാഹചര്യം മുൻകൂട്ടി അടച്ചിട്ടും പണത്തിന് വേണ്ടി ഈ തരത്തിൽ പെരുമാറിയെന്ന ആരോപണമാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിന് 30 ദിവസം പ്രായമായ കുഞ്ഞാണുള്ളത്. പാലോട് സ്വദേശിയാണ് അഖിൽ. ശരി, വിവരങ്ങൾ നൽകിയത് VV വിനോദ്.